STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എലപ്പുള്ളി ബ്രൂവറി വീണ്ടും അപേക്ഷ നൽകിയാൽ വലിയ പ്രത്യാഘാതമാണ് കമ്പനി നേരിടേണ്ടി വരികയെന്ന് VK ശ്രീകണ്ഠൻ MP. കമ്പനിക്കായി കഴിവിൻ്റെ പരമാവധി ഒത്താശ ചെയ്യാൻ ശ്രമിച്ച സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്നും VK ശ്രീകണ്ഠൻ. കമ്പനിക്കെതിരെ ജനകീയ സമിതിയുടെ ജനജാഗ്രതാ സദസ്സ് എലപ്പുള്ളിയിൽ. വടക്കഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ മരിച്ചത് വടക്കഞ്ചേരി അങ്കക്കാട് സ്വദേശി 52 വയസ്സുള്ള നിർമ്മല. മരണകാരണം ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. പൊതുബോധത്തെയും ജനകീയ ആവശ്യങ്ങളെയും മറന്നു പ്രവർത്തിക്കുന്നവർക്കുള്ള താക്കീതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് VK ശ്രീകണ്ഠൻ MP. കഴിഞ്ഞ 9 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ നടന്നത് വികസന മുരടിപ്പെന്നും MP. ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിച്ച സംസ്ഥാന സർക്കാർ ദൈവങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ലെന്നും VK ശ്രീകണ്ഠൻ. ആശയപ്രകടനത്തിലും സംവാദത്തിലും കരുതലും ശ്രദ്ധയും വേണമെന്ന് CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായത് പ്രതീക്ഷിക്കാത്ത പരാജയമെന്നും പന്നിൻ രവീന്ദ്രൻ. ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ജനസേവകരാണ് എന്ന നിലമറന്ന് പ്രവർത്തിക്കരുതെന്നും പന്നിൻ. വാർത്തകൾ വിശദമായി. എലപ്പുള്ളി ബ്രൂവറി വീണ്ടും അപേക്ഷ നൽകിയാൽ വലിയ പ്രത്യാഘാതമാണ് കമ്പനി നേരിടേണ്ടി വരികയെന്ന് VK ശ്രീകണ്ഠൻ MP. കമ്പനിക്കായി കഴിവിൻ്റെ പരമാവധി ഒത്താശ ചെയ്യാൻ ശ്രമിച്ച സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്നും MP പറഞ്ഞു. കമ്പനിക്കെതിരായ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ എലപ്പുള്ളിപ്പാറ അങ്ങാടിയിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ MP. പ്രാഥമിക അനുമതി മാത്രമാണ് കോടതി റദ്ദാക്കിയതെന്നും ഇത് മനസ്സിലാക്കി പുതിയ അപേക്ഷ നൽകാനുള്ള അണിയറ നീക്കത്തിലാണ് കമ്പനി അധികൃതരെന്നും MP പറഞ്ഞു. എന്നാൽ 2 മാസം കഴിഞ്ഞാൽ സംസ്ഥാനത്തെത്തുക ഐക്യജനാധിപത്യ മുന്നണി സർക്കാരാണെന്നും അപ്പോൾ അപേക്ഷ പോയിട്ട് പരിസരത്ത് വരാൻ പോലും കമ്പനിക്ക് സാധിക്കില്ലെന്നും VK ശ്രീകണ്ഠൻ MP കൂട്ടിച്ചേർത്തു. ഇവിടുത്തെ മണ്ണും ജലവും മനുഷ്യനെയും പ്രകൃതിയെയും സംരക്ഷിക്കണം, എന്ത് വില കൊടുത്തും എന്ന് തീരുമാനിച്ചിറങ്ങിയ ഈ നാട്ടിലെ സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള കർഷകരായ സുമനസ്സുകളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പിന്തുണ കൊണ്ടാണ് ഈ പോരാട്ടം അതിശക്തമായിട്ട് കഴിഞ്ഞ 1 വർഷക്കാലമായി നടന്നത്. നിരവധി സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. പഞ്ചായത്ത് ഭരണസമിതിയെ നോക്കുകുത്തിയാക്കി അധികാരം കവർന്നെടുത്തുകൊണ്ട് ഇതുപോലെ കോർപ്പറേറ്റുകൾക്കും മുതലാളിമാർക്കും വൻകിടക്കാർക്കും വേണ്ടി നിലനിൽക്കാമെന്ന് തെളിയിച്ച ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K രേവതി ബാബു അധ്യക്ഷത വഹിച്ചു. BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, ആക്ട് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് D രമേശൻ, പഞ്ചായത്ത് അംഗം സന്തോഷ് പള്ളത്തേരി, ജമാലുദ്ദീൻ, സുഹൈബ് തങ്ങൾ, ലക്ഷ്മി ചന്ദ്രൻ, ഹമീദ് ഹാജി, കേശവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് എലപ്പുള്ളി പോരാട്ട സമിതിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ KS പ്രകാശിനെ എലപ്പുള്ളി പൗരാവലിക്ക് വേണ്ടി VK ശ്രീകണ്ഠൻ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വടക്കഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ വീട്ടമ്മ മരിച്ചു. ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വടക്കഞ്ചേരി അങ്കക്കാട് സ്വദേശി 52 വയസ്സുള്ള നിർമ്മലയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്കായി നിർമ്മലയെ ഓട്ടുപാറയിലുള്ള വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച ശസ്ത്രക്രിയ നടത്തിയെങ്കിലും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ബോധം വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ആരോഗ്യസ്ഥിതി ഗുരുതരമായതോടെ അന്നേ ദിവസം രാത്രി 11ഓടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. എന്നാൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ രക്തസ്രാവം വയറ്റിൽ കട്ടപിടിച്ചത് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിയാതിരുന്നതാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഡോക്ടർമാരുടെ അനാസ്ഥയാണ് മരണകാരണമെന്ന് ആരോപിച്ച് നിർമ്മലയുടെ ഭർത്താവ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൊതുബോധത്തെയും ജനകീയ ആവശ്യങ്ങളെയും മറന്ന് പ്രവർത്തിക്കുന്നവർക്കുള്ള താക്കീതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് VK ശ്രീകണ്ഠൻ MP. കഴിഞ്ഞ 9 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ നടന്നത് വികസന മുരടിപ്പെന്നും MP. ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിച്ച സംസ്ഥാന സർക്കാർ ദൈവങ്ങളെപ്പോലും വെറുതെ വിടില്ലെന്നും MP പറഞ്ഞു. കേരള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഓഫ് സ്റ്റാഫ് അസോസിയേഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ചടങ്ങിൽ UDF കൗൺസിലർമാർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചിരുന്നു. യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിച്ച് നടത്തുന്ന പരസ്യ പ്രചരണങ്ങളിൽ വീഴുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് തെളിയിക്കുന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിച്ച സംസ്ഥാന സർക്കാരിന്റെ കാലത്ത് ദൈവങ്ങളെപ്പോലും വെറുതെ വിട്ടില്ല. ഇടതു സർക്കാരിന്റെ കാലത്ത് നടന്ന കൊള്ളകൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടുകൾ വെട്ടിക്കുറച്ച് വികസനമില്ലാതാക്കിയ സർക്കാർ
ജീവനക്കാരുടെ DA ഉൾപ്പെടെ അവകാശങ്ങളെയും കവർന്നെടുക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചിട്ടും വികസനമൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് വർഗീയതയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ കോൺഗ്രസിനും UDFനും മാത്രമേ കഴിയൂ എന്നും ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഇതുപോലെ കഴുത്ത് പിഴിഞ്ഞ് പണം കവർന്ന ഗവൺമെന്റ് എന്നിട്ട് ആ പണം എവിടെ വെച്ചാൽ ഖജനാവിൽ പണവും. ഇതുപോലെ ഖജനാവ് കൊള്ളയടിച്ച ആളുകൾ, പൊതുജനങ്ങളെ കൊള്ളയടിച്ച ആളുകൾക്ക് ഇനി ഒരു ദിവസം തുടരാനുള്ള അർഹത ഈ കേരളത്തിലില്ല. എല്ലാം കൊണ്ടും നമുക്കറിയാം, സാമൂഹ്യ വിപത്തായുള്ള മദ്യവും മയക്കുമരുന്നും ഒഴുകി കുറ്റകൃത്യങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ്. ഭാവി തലമുറ അവർക്ക് ഒരു പ്രതീക്ഷയില്ലാതെ നാട് വിട്ടു പോവുകയാണ്. ബാക്കി നാട്ടിലുള്ളവർ ക്രിമിനൽ കൊള്ളസംഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. KLGSA ജില്ലാ പ്രസിഡന്റ് മണിപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ, മണ്ണാർക്കാട് നഗരസഭ വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ, കൗൺസിലർ മോഹൻ ബാബു, ബഷീർ പൂളക്കാട്, ചെങ്ങന്നൂർ മനോജ്, TM തങ്കം, അനിൽ V എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആശയപ്രകടനത്തിലും സംവാദത്തിലും കരുതലും ശ്രദ്ധയും വേണമെന്ന് മുൻ CPI സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ. തദ്ദേശ സ്വയംഭരണത്തെ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായത് പ്രതീക്ഷിക്കാത്ത പരാജയമെന്നും അദ്ദേഹം പറഞ്ഞു. ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ജനസേവകരാണെന്ന നില മറന്ന് പ്രവർത്തിക്കരുതെന്നും പന്നിൻ കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച CPI പ്രതിനിധികൾക്കുള്ള സ്വീകരണ യോഗം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പന്നിൻ രവീന്ദ്രൻ. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന് സമാനമായ കളങ്കിത വംശീയ രാഷ്ട്രീയ വേദിയായി കേരളം മാറുകയാണ്. ഇവിടെ കരുതലോടെ ഇടപെട്ടിട്ടില്ലെങ്കിൽ തിരിച്ചടികൾ സങ്കല്പിക്കാനാവില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം നാടിൻ്റെ ഐക്യവും മതേതരത്വവുമാണ് പരമപ്രധാനം. ഏതെങ്കിലും പ്രചരണത്തിനോ ഏതെങ്കിലും സ്വാധീനത്തിനോ വഴങ്ങുന്നവരോ അല്ല ജനങ്ങളെന്ന ബോധ്യം വേണം. അധികാരം ധിക്കാരത്തിനുള്ളതല്ലെന്നും ജനസേവനത്തിൻ്റെ ഉപകരണമാണെന്ന തിരിച്ചറിവ് വേണമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി എല്ലാ തലത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വിട്ടുവീഴ്ചയും തിരുത്തലും കമ്മ്യൂണിസ്റ്റ് മൂല്യമാണെന്നും പന്നിൻ പറഞ്ഞു. ഈ പണം ഈ കേരളത്തിൽ എങ്ങനെയാണ്? അപ്പോൾ UDFകാർ പറയുന്ന ഇവർ കടം വാങ്ങി കേരളത്തെ പിടിക്കുകയാണോ? നമുക്ക് നടക്കാൻ വേണ്ടി കടം വാങ്ങണ്ടേ? നമ്മുടെ നാടിന് വേണ്ടി വാങ്ങണ്ടേ? നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വാങ്ങണ്ടേ? ജനങ്ങൾക്ക് ചെയ്യാവുന്ന സഹായം ചെയ്യാൻ നമുക്ക് ബാധ്യതയില്ലേ? പ്രളയം വന്നാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? നമുക്ക് കടം വാങ്ങാൻ പറ്റൂല, നമ്മുടെ കയ്യിൽ പൈസയില്ല. പ്രളയം വന്നാൽ എല്ലാവരും ചത്തൊടുക്കിക്കൊണ്ട് തീരുമാനിക്കാമോ? അല്ല. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പ്രളയം വന്നിരിക്കുന്ന വയനാട്ടിൽ ഇപ്പം പുതിയ വീടുകൾ ഉയർന്നു വരുന്നു. അവരെല്ലാം അവിടെ താമസമാക്കുന്നു. അതുവരെ അവർക്ക് ആവശ്യമുള്ള കാശ് കൊടുക്കുന്ന സർക്കാർ. മറ്റവരോ UDFകാർ പണം പിരിക്കാൻ വേണ്ടി 300 വീടെന്ന് പേര് മാത്രമേ ഉള്ളൂ. അതെല്ലാം കടലാസിലുള്ള വീട് മാത്രമാണ്. അവരൊറ്റ പൈസയും കൊടുത്തില്ല. ഇപ്പം വാചക കസരത്താണ് നടക്കുക. ജില്ലാ പഞ്ചായത്ത് അംഗം VM ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KP സുരേഷ് രാജ് ജനപ്രതിനിധികൾക്ക് ഉപഹാരം നൽകി. മുതിർന്ന നേതാവ് V ചാമുണ്ണി, അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജഹാൻ, ജില്ലാ എക്സിക്യൂട്ടീവ് KC ജയപാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭിന്നശേഷിക്കാർക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയിലെ നവനിബന്ധനകൾ ഭൗതിക ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടാക്കനിയായി മാറുന്നതായി ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ പരിവാർ. ഭിന്നശേഷി കുട്ടികളുള്ള കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകി വന്ന സഹായം നിലച്ചിട്ട് 2 വർഷമായെന്നും പരിവാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓട്ടിസം, ബുദ്ധിപരിമിതി, സെറിബ്രൽ പാൾസി, ബഹുമുഖ പരിമിതി എന്നീ അവസ്ഥയുള്ള കുട്ടികൾക്കായാണ് കേന്ദ്ര സർക്കാർ നിരാമയ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയത്. രോഗനിവാരണത്തിനായി ആശുപത്രിവാസമുണ്ടെങ്കിലും ചികിത്സാ ചെലവ് ഒരു പരിധിവരെ കിട്ടുന്നതാണ് നിരാമയ. കിടത്തി ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് യാത്രാ ചെലവ്, ഡോക്ടർ ഫീസ്, മരുന്ന്, ടെസ്റ്റ്, ശസ്ത്രക്രിയ തുടങ്ങിയ ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും പരിധി നിശ്ചയിച്ചതാണ് വിലയായത്. ചികിത്സ ക്യാഷ് ലെസ്സാക്കണമെന്നതും ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ഇടപാടുകാർക്ക് മലയാള ഭാഷ ഏർപ്പെടുത്തണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തത് സാധാരണക്കാർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടാൻ ഇടയാക്കുന്നുണ്ട്. നിരാമയ പദ്ധതിയിൽ അംഗമാവാനായി APL വിഭാഗക്കാർക്ക് 500 രൂപയും BPL വിഭാഗക്കാർക്ക് 250 രൂപയും അനുവദിച്ചിരുന്ന സംസ്ഥാന സർക്കാർ 2 വർഷമായി ആനുകൂല്യം നിഷേധിച്ചിരിക്കുകയാണ്. നിരാമയ ഇൻഷുറൻസ് പദ്ധതി ആശ്വാസകരമായ രീതിയിൽ വിപുലീകരിക്കേണ്ടതുണ്ട്. ഭിന്നശേഷി കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നിരാമയ പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുവാനും ആനുകൂല്യം വാങ്ങി നൽകുവാനും പരിവാർ സഹായ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ക്യാഷ്ലെസ് ആയിട്ടുള്ള സ്കീമല്ല. വ്യക്തികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് അല്ലെങ്കിൽ മരുന്ന് വാങ്ങിയിട്ട് ക്ലെയിം അയക്കണം 30 ദിവസത്തിനുള്ളിൽ. അത് ക്ലെയിം അയച്ചു കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് മേഖലാ തലങ്ങളിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഏജൻസീസ് ഉണ്ടെന്നുള്ളത്.
ഇപ്പോൾ അതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൊതുവെ ഇതിനകത്ത് ക്ലെയിം ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇതൊരു ആരോഗ്യ ഇൻഷുറൻസ് ആയതുകൊണ്ട് ഇൻഷുറൻസിന് നമുക്കറിയാം ഒരു വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ വാലിഡിറ്റി 1 ഏപ്രിൽ മുതൽ അടുത്ത സാമ്പത്തിക വർഷം 31 മാർച്ച് വരെയാണ്. അപ്പം അതിലേക്ക് നമ്മൾ എത്തണമെന്നൊരിയിൽ നമ്മൾ പോളിസി കയ്യിൽ ഉള്ള ആളുകളാണെങ്കിൽ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അത് പുതുക്കണം. അത് ചേർന്നിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചേരാം. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഒക്ടോബറിലോ നവംബറിലോ വേണമെങ്കിൽ അവർക്ക് ചേരാം. അതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പരിവാർ അഡ്വൈസറി അംഗം മേജർ സുധാകരപിള്ളൈ, ഡയറക്ടർ AKK മേനോൻ, പ്രസിഡന്റ് AS വെങ്കിട്ടയ്യർ, സെക്രട്ടറി P രമണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാഞ്ചജന്യം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 5 വരെ ചിറ്റൂർ കൈരളി ശ്രീ തിയേറ്ററിൽ നടക്കും. പ്രതിരോധത്തിലും കലാപത്തിലും സ്വാതന്ത്ര്യത്തിലും അതിജീവനത്തിലും സംഗീതത്തിൻ്റെ പങ്കിനെ പ്രമേയമാക്കിയുള്ള ചലച്ചിത്ര മേളയിൽ 7 ദിവസങ്ങളിലായി 94 പ്രദർശനങ്ങൾ നടക്കുമെന്ന് കൺവീനർ രൂപേഷ് C വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാദ്യ ഉപകരണമായ തപ്പട്ടയ്ക്ക് സാമൂഹിക അംഗീകാരം നേടിയെടുക്കുന്നതിനായി പ്രയത്നിച്ചയാളും ദളിത് ആക്ടിവിറ്റിസ്റ്റുമായ പത്മശ്രീ വേലു ആശാൻ 30-ന് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾ പലസ്തീൻ വിഭാഗങ്ങളിൽ പ്രത്യേക പാക്കേജായി സിനിമകൾ പ്രദർശിപ്പിക്കും. സമകാലിക മലയാള സിനിമ, ഇന്ത്യൻ സിനിമ, ലോക സിനിമ, ഹോമേജ് എന്നീ വിഭാഗങ്ങളിലും സിനിമാ പ്രദർശനം നടത്തും. പരമ്പരാഗത സംഗീത രൂപങ്ങൾ, നാടകഗാനങ്ങൾ, പരിഷത്ത് പാട്ടുകൾ, മാപ്പിള സംഗീതം, റാപ്പ് റോക്ക് ഗാനചരിതം എന്നിവ സംബന്ധിച്ച ചർച്ചയും സംവാദവും നടക്കും. ശ്രീവത്സൻ J മേനോൻ, ഡോക്ടർ MV നാരായണൻ, E ജയകൃഷ്ണൻ, കോട്ടക്കൽ മുരളി, NM സജീന്ദ്രൻ എന്നിവർ ഓപ്പൺ ഫോറത്തിൽ വിഷയങ്ങൾ അവതരിപ്പിക്കും. സമാപന ദിവസം ശാന്തി പ്രിയയുടെ ബാവുൽ സംഗീതവും അവതരിപ്പിക്കപ്പെടുമെന്നും രൂപേഷ് പറഞ്ഞു. ഇതിന് പുറമെ നമ്മൾ സമകാലിക ഇന്ത്യൻ സിനിമ, സമകാലിക ലോക സിനിമ, സമകാലിക മലയാള സിനിമ, എല്ലാ അങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ട്, അതുപോലെ പലസ്തീനിയൻ പാക്കേജ്, കുട്ടികളുടെ പ്രത്യേക പാക്കേജ്, ഇവയിലൊക്കെ ആയിട്ട് 52 ഫീച്ചർ സിനിമകളും 20-ലധികം ഷോർട്ട് ഫിലിമുകളും ഡോക്യുമെൻ്ററികളുമായിട്ട് 94 പ്രദർശനങ്ങളാണ് നമ്മൾ 7 ദിവസങ്ങളിലായിട്ട് നടക്കുക. ഇത്തവണത്തെ മേള ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ദളിത് വാദ്യ കലാകാരനായിട്ടുള്ള ശ്രീ വേലു ആശാനാണ്. അദ്ദേഹം തപ്പട്ടയുടെ പ്രചാരണത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള, തമിഴ്നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന മിക്കവാറും എല്ലാ തപ്പട്ട ബാൻഡുകളിലെയും അഭ്യസിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. പത്മശ്രീ വേലു ആശാനാണ് നമ്മുടെ മേള ഇത്തവണ ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രോഗ്രാം കൺവീനർ CS ശ്രീവത്സൻ, ഇന്ദു KR, ശ്വേത ശ്രീവത്സൻ, ബ്രിജേഷ് തോംസൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശ്ശൂരിൽ നടന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് മൃദംഗ മത്സര വിഭാഗത്തിൽ A ഗ്രേഡ് നേടിയ KM കൃഷ്ണസായിയെ ഷൊർണൂർ KVR ഹൈസ്കൂൾ ആദരിച്ചു. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. മൃദംഗ അധ്യാപകൻ കലാമണ്ഡലം മഹേഷ് കുമാറിൻ്റെയും ജിജിമോളിൻ്റെയും മകനാണ് കൃഷ്ണസായി. പ്രധാനാധ്യാപകൻ രാമപ്രസാദ്, മറ്റു അധ്യാപകർ എന്നിവർ അഭിനന്ദനം അറിയിച്ചു. സ്വച്ഛ് ഭാരത് അഭിയാന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ KVR ഹൈസ്കൂൾ NCC ബറ്റാലിയൻ ശുചിത്വ മാസ് അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. 28 കേരള NCC ബറ്റാലിയൻ ടീം ഹൈസ്കൂളിൽ നിന്നും തുടങ്ങി റെയിൽവേ സ്റ്റേഷൻ വരെ വിളംബര ജാഥയും സംഘടിപ്പിച്ചിരുന്നു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തിയ ബറ്റാലിയനെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ V രവികുമാർ സ്വീകരിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. സ്വച്ഛ് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിട്ട് സമൂഹത്തിലെത്തട്ടെ. ഇതിൻ്റെ മാറ്റം എൻ്റെയും നിങ്ങളുടെയും പരിസരങ്ങളിലും നാട്ടിലും കാണട്ടെ. നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ മെസ്സേജ് നമ്മുടെ കുടുംബത്തിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ഈ ഒരു മിയർ യാത്ര മാത്രമായിട്ട് ഇതിൽ ഒതുക്കരുത്. ഇതിൻ്റെ പിന്നിലുള്ള ആശയം എന്താണ് എന്നുള്ളത് നിങ്ങളാൽ കഴിയും വിധം നമ്മുടെ നാട്ടിൽ ഇത് ഒരു സുഗന്ധമായി പ്രചരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ. സെക്കൻഡ് ഓഫീസർ സുബ്രഹ്മണ്യൻ, ഹവിൽദാർ വിഷ്ണു, ഹൈസ്കൂൾ പ്രോഗ്രാം കോർഡിനേറ്റർ MR കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗ്രാമീണ മേഖല സ്വകാര്യവൽക്കരിക്കുന്ന നടപടിയിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്ന് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഏതൊരു സംഭവവും നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. എല്ലാം രാജ്യത്തെ ഒരു നയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരം നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ മേഖലകളും
സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള നയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നയത്തിൻ്റെ ഒരു ഭാഗമാണ് വാട്ടർ അതോറിറ്റിയുടെ മേഖലയിലും വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള സൂചനയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബ്രാഞ്ച് പ്രസിഡന്റ് KA ഷാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം നൂർ മുഹമ്മദ് സംഘടനാ റിപ്പോർട്ടും ബ്രാഞ്ച് സെക്രട്ടറി C ഷജീർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CK സുരേഷ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി A സുധാകരൻ, ജില്ലാ പ്രസിഡന്റ് K പ്രശോഭ്, സെക്രട്ടറി K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ഗണേഷ്ഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഉയരെ പഠന പിന്തുണ രാത്രികാല ക്ലാസ്സിന് തുടക്കമായി. പരീക്ഷയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല നിർവഹിച്ചു. 2026 SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഉയരെ പഠന പിന്തുണ രാത്രികാല ക്ലാസുകൾക്കാണ് ഗണേഷ്ഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല നിർവഹിച്ചു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉള്ളപ്പോഴും ചില കുട്ടികൾ പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നു. അവർക്ക് വീട്ടിൽ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പറഞ്ഞു കൊടുക്കാൻ അറിവുള്ള രക്ഷിതാക്കളോ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥയിൽ അവർ പിന്നോക്കം പോകുന്നു. അല്ലെങ്കിൽ വേണ്ടത്ര ട്യൂഷൻ ലഭ്യമാക്കാനുള്ള സാമ്പത്തിക സാഹചര്യം ഇല്ലാത്ത കുട്ടികൾ, ഇങ്ങനത്തെ കുട്ടികളൊക്കെയാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നത്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൂടി മുൻനിരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂൾ അധികൃതർ എടുത്തിട്ടുള്ള ഈ തീരുമാനം, അതിന് ആദ്യമായി ഞാൻ ഇവിടുത്തെ അധ്യാപകരെ പ്രശംസിക്കുകയാണ്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ EP നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്സസ് ലക്ഷ്മി ദേവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് രാജേഷ്, PTA അംഗങ്ങളായ അബ്ദുറഹ്മാൻ, യൂസഫ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം ഫുൾ A+കളുടെ ശതമാനത്തിൽ ഷൊർണൂർ സബ് ജില്ലയിൽ ഒന്നാമതായിരുന്നു ഗണേഷ്ഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു D+ പോലുമില്ലാതെ 100% വിജയം കൈവരിച്ച ഏക വിദ്യാലയവും ഈ സ്കൂളായിരുന്നു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ ഈ നേട്ടം കൈവരിച്ചത് ആകെ 3 വിദ്യാലയങ്ങളാണ്. എല്ലാ കുട്ടികളെയും മികച്ച ഗ്രേഡിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി PTA-യുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടിയാണ് ഉയരെ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലപ്പുള്ളി ബ്രൂവറി വീണ്ടും അപേക്ഷ നൽകിയാൽ വലിയ പ്രത്യാഘാതമാണ് കമ്പനി നേരിടേണ്ടി വരികയെന്ന് VK ശ്രീകണ്ഠൻ MP. കമ്പനിക്കായി കഴിവിൻ്റെ പരമാവധി ഒത്താശ ചെയ്യാൻ ശ്രമിച്ച സർക്കാരിൻ്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്നും VK ശ്രീകണ്ഠൻ. കമ്പനിക്കെതിരെ ജനകീയ സമിതിയുടെ ജനജാഗ്രതാ സദസ്സ് എലപ്പുള്ളിയിൽ. വടക്കഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മ മരിച്ചത് വടക്കഞ്ചേരി അങ്കക്കാട് സ്വദേശി 52 വയസ്സുള്ള നിർമ്മല. മരണകാരണം ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. പൊതുബോധത്തെയും ജനകീയ ആവശ്യങ്ങളെയും മറന്ന് പ്രവർത്തിക്കുന്നവർക്കുള്ള താക്കീതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് VK ശ്രീകണ്ഠൻ MP. കഴിഞ്ഞ 9 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ നടന്നത് വികസന മുരടിപ്പെന്നും MP. ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിച്ച സംസ്ഥാന സർക്കാർ ദൈവങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ലെന്നും VK ശ്രീകണ്ഠൻ. ആശയപ്രകടനത്തിലും സംവാദത്തിലും കരുതലും ശ്രദ്ധയും വേണമെന്ന് CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായത് പ്രതീക്ഷിക്കാത്ത പരാജയമെന്നും പന്നിൻ രവീന്ദ്രൻ. ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ജനസേവകരാണ് എന്ന നിലമറന്ന് പ്രവർത്തിക്കരുതെന്നും പന്നിൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.